പുലി മരിച്ചപ്പോൾ ആ സ്ഥല ഉടമയുടെ പേരിൽ കേസെടുക്കാൻ തയ്യാറാകുന്ന ഒരു സ്ഥിതിയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞാൻ പറഞ്ഞു വന്നത്, ഏകദേശം 5:30 മണിക്ക് 7 മണിയാകുമ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എല്ലാവർക്കും വിവരം കൊടുത്തു. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ 8 മണിയാകുമ്പോഴും അവർ സ്ഥലത്തെത്തി എല്ലാവരെയും അറിയിച്ചു. കൂട് തോണിയിൽ നിന്ന് വരണം, ഡോക്ടർ തൃശ്ശൂരിൽ നിന്ന് വരണം, RRT തെരഞ്ഞു പിടിച്ച് കണ്ടെത്തണം. RRT നടപ്പിലാക്കി എന്നല്ലാതെ ആളില്ല. ഇതെല്ലാം കൂടി വരുമ്പോ 12:30 മണിയായി. ഈ 12:30 മണിയാകുമ്പോ പുലി നല്ല ആരോഗ്യവനാ. നിങ്ങളെല്ലാ ചാനലിലും അതുപോലെ തന്നെ എല്ലാ യൂട്യൂബിലും എല്ലാം കണ്ടുണ്ടാവും. ആ മയക്കുവെടി വെച്ചു. ആ മയക്കുവെടി കൊണ്ടുവന്നും കൊണ്ടില്ല എന്നാണ് ഡോക്ടർ പറയുന്നത്. കാരണം ബന്ധപ്പെട്ട അധികാരികളെ സംരക്ഷിക്കാൻ മയക്കുവെടി വെച്ച് 10 മിനിറ്റ് കഴിഞ്ഞ് മയങ്ങിയ ശേഷം കൂട്ടിലാക്കേണ്ട പുലിയെ 5 മിനിറ്റ് കൊണ്ട് അതിനെ നമ്മുടെ പോലീസ് കല്ലേറ് വരുമ്പോൾ തടയുന്ന സാധനം ഉണ്ടല്ലോ, അത് വെച്ച് അമർത്തി ഏകദേശം അതിനെ ഒരു പരുവത്തിലാക്കി കൂട്ടിലാക്കി. ഈ കൂട് കൊണ്ടുവന്ന വ്യക്തി വടവന്നൂര് മണ്ഡപത്തിന്റെ തൊട്ടുള്ള ബേക്കറിയില് CCTV നോക്കിയാൽ അറിയാം, 1 മണിക്കൂറാ ചായ കുടിക്കാൻ നിർത്തിയിരിക്കുന്നത്. 1 മണിക്കൂർ. കാരണം ബന്ധപ്പെട്ട അധികാരികൾക്ക് ഇതിൽ അത്രമാത്രം ഒരു താല്പര്യം. ഈ സമര പരിപാടിയുടെ അധ്യക്ഷൻ വിജയേട്ടൻ അവർ സ്വാഗതം പറഞ്ഞ നമ്മുടെ പ്രഭാകരേട്ടൻ അവർ, അതുപോലെ കർഷക സമര സമിതി ഭാരവാഹികളെ, കർഷക സുഹൃത്തുക്കളെ, നല്ലവരായ നാട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എന്നാലും ഈ ഒരു കർഷകനെ ഈ നമ്മൾ എന്ത് പറയാ, ഒരു മുച്ചന്തിയില് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്, നമ്മളുടെയൊക്കെ വീതിയിലാണ് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് പറയും? നല്ലവരാ നാട്ടുകാരൊന്ന് ചിന്തിക്ക്. കർഷകരില്ലെങ്കിൽ ഈ കാക്കിയിടാൻ പറ്റുമോ? അത് സ്വയം ചിന്തിക്കണം, അല്ലേ? വന്യമൃഗങ്ങളെ സംരക്ഷിക്കാൻ വനവകുപ്പുണ്ട്. ഈ കർഷകരെ സംരക്ഷിക്കാൻ ആരുണ്ട്? ഉത്തരം പറയൂ വനവകുപ്പേ. പാവപ്പെട്ട കർഷകൻ രാത്രി പകലായിട്ട് നെല്ലായാലും മാവായാലും എല്ലാ പച്ചക്കറികളും ധാന്യങ്ങളെ എത്തിക്കാൻ എത്ര കഷ്ടപ്പാടാണ് വന്യമൃഗങ്ങൾക്കിടയിലെ കർഷകൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണോ? അതൊന്നും ബോധമില്ലാതെ ഞങ്ങളുടെ കർഷകനെ കേസെടുക്കണമെന്നു എന്ന് പറയണത് ഏത് രീതിയാണ്? ഇന്നലെയോ മിനിഞ്ഞാന്നോ ഇട്ട കമ്പിവേലിയല്ല ഈ കമ്പിവേലി. 10-25 കൊല്ലങ്ങളായി ഇട്ടതാണ് അറിയണത്. പക്ഷേ പുലി എങ്ങനെ വന്നു? ഞങ്ങൾ കൊണ്ടുവന്ന് പിടിച്ചിട്ടതാണോ? എങ്ങനെ പുലി വന്നു എന്ന് നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾക്ക് അതിനെയാണല്ലേ ജോലി. അപ്പോ പുലി വന്നു എന്ന് വെച്ച് അത് ആർക്കും അറിയില്ല. അതെന്ത് സംഭവിച്ചു, അവിടെ എന്തായി എന്ന് ആർക്കും അറിയില്ല. ഇനി ഇത് കേസെടുക്കും എന്ന് പറയുന്നത് ഏത് രീതിയാണ്, ഏത് ചട്ടമാണ്? അതൊന്ന് പറയും. ഇത് സൂചനയാണ്, നിങ്ങൾക്ക് ഞങ്ങൾ തരുന്ന സൂചനയാണ്. കേസ് എടുത്തു കഴിഞ്ഞാൽ കുട്ടിയും മക്കളും മൊത്തത്തിൽ ഇവിടെ വന്ന് ഇരിക്കും. നിങ്ങളൊന്നും പിന്നെ ഇവിടെ പണി ചെയ്യാൻ കഴിയില്ല. അതൊന്ന് സൂചനയായിട്ട് തന്നെ ഞങ്ങൾ പറയുന്നുണ്ട്. കർഷക സമിതിന്റെ പേരിലും പഞ്ചായത്തിന്റെ മുതലമുടെ പഞ്ചായത്തിന്റെ പേരിലും ഒരു ഉള്ള സൂചനയാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. ഈ മലയോര കർഷകരുടെ, പ്രത്യേകിച്ച് മലയോറിന്റെ കർഷകരുടെ ഒരു കഷ്ടപ്പാടൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. പണ്ട് കാലത്തിലൊക്കെ 30 കൊല്ലത്തിന്റെ കാലത്തിലൊക്കെ കടലയിട്ട കൃഷി സ്ഥലങ്ങളാണ്. പക്ഷെ അവിടെ വന്യമൃഗങ്ങൾ ഇറങ്ങിയത് കൊണ്ട് ഞങ്ങൾക്കൊന്നും കൃഷി എടുക്കാതെ മാവ് വെച്ചുകൊണ്ട് ഞങ്ങളൊക്കെ താഴെ 2 സെന്റ് 3 സെന്റും ഇടം വാങ്ങിച്ച് വീട് കെട്ടി താമസിക്കുന്ന നില വന്നു ഞങ്ങൾക്ക്. പക്ഷെ എന്തുകൊണ്ട് വന്യമൃഗങ്ങളെ നിങ്ങൾ അത് കൺട്രോൾ ആക്കിയില്ല? പറയേ. എത്രയോ ഫോറസ്റ്റിലെ ഫണ്ടുകളുണ്ട്, എന്താ മിൻവേലി ഒരുക്കി തരാത്തത്, കർഷകരെ രക്ഷിക്കാത്തത്? അപ്പൊ ഞങ്ങൾ തന്നെ സ്വയം എന്തെങ്കിലും ചെയ്യുമ്പോ ഇപ്പൊ പഞ്ചായത്തിൽ ഓർഡർ കൊടുത്തിട്ടുണ്ട് പന്നിയെ വെടി വെക്കാൻ. എന്താണ്? 2 കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. എർത്ത് വെക്കാൻ പാടില്ല, വിഷം വെക്കാൻ പാടില്ല, ബാക്കി എങ്ങനെയെങ്കിലും നിങ്ങൾ കൊല്ലാന്ന്. പക്ഷെ ഒരു പന്നിയെ കൊല്ലാൻ ഞങ്ങൾ എത്ര കഷ്ടപ്പെടുന്നുണ്ട്. ശിവദാസേട്ടനെയൊക്കെ നിരന്തരം വിളിച്ച് എത്ര കർഷകരാണ്. അപ്പൊ നിങ്ങൾക്കൊന്നും ഉത്തരവാദിത്തമില്ല. എല്ലാം കർഷകന്റെ തലക്കിട്ടിട്ട് നിങ്ങൾ സുഖം നടക്കുകയാണ്. അപ്പൊ എന്നാലും ഞാൻ എല്ലാവർക്കും അവസരമുണ്ട്. എല്ലാവരും ഇതുപോലെ നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ കേസോ ഇല്ല എന്തെങ്കിലും ഈ കർഷകർക്കെതിരെ നടപടിക്ക് എടുത്താൽ ശക്തമായ ഞങ്ങളുടെ
കർഷകരുടെ നേതൃത്വത്തിൽ ശക്തമായ തീരുമാനം ഉണ്ടാകും. ഇത് സൂചനയാണെന്നും കൂടി ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയെ എല്ലാവരും ഒരുമിച്ച് നിന്ന്, ഇതെല്ലാം നമ്മുടെ സംഘം, കർഷക സംഘം എന്ന് പറയുന്നത് ഇതെല്ലാം സ്റ്റേറ്റ് ലെവലിലുള്ള ആൾക്കാരൊക്കെ എത്തിക്കും. അപ്പൊ അത് സൂചനയായി പറഞ്ഞുകൊണ്ട് എല്ലാവരും പങ്കെടുത്ത എല്ലാവർക്കും ആശംസകളും എല്ലാവിധ ഭാവം നേരട്ടെ എന്ന് പറഞ്ഞ് ഈ പരിപാടിയെ ഉദ്ഘാടനമായി അറിയിച്ചുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം.